നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. പത്തനംതിട്ട ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള വാണിജ്യ സാംസ്കാരിക പ്രാധാന്യമുള്ള ഹരിതാപം നിറഞ്ഞ അടൂർ നിയോജക മണ്ഡലം ഇന്ന് വികസനത്തിന്റെ പുതിയ പാതകളിലൂടെ മുന്നേറുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലവുമാണ് അടൂരിന്റെ ഈ സമഗ്രമായ വളർച്ചയ്ക്ക് ഊർജം പകരുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം തുടങ്ങി അടൂരിന്റെ സമസ്ത മേഖലകളിലും കിഫ്ബി നടപ്പാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി അറിയാൻ പോകുന്നത്. നാടിന്റെ ശോഭനമായ ഭാവിക്ക് അടിസ്ഥാനം മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്. അടൂർ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് കിഫ്ബി ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. നമുക്ക് ആ വിദ്യാലയങ്ങളിലെ മാറ്റങ്ങൾ നേരിൽ കാണാം. ഇത് മാറൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കിഫ്ബിയുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന വിദ്യാലയങ്ങളിലൊന്ന്. അതുപോലെ അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കിഴക്കുംപുറം ഹൈസ്കൂൾ, തട്ടാക്കോണം ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാലയങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മുഖം മിനുക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകൾക്കായി രൂപീകരിച്ച വിവിധ ക്ലസ്റ്ററുകളിലൂടെയാണ് ഈ നവീകരണം സാധ്യമായത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇൻകെൽ, വാപ്കോസ് തുടങ്ങിയ ഏജൻസികളാണ് ഈ നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. രൂപയുടെ നിക്ഷേപങ്ങളിലൂടെ പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, മികച്ച ലാബുകൾ, ലൈബ്രറികൾ, ശൗചാലയങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കിഫ്ബിയുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. അടൂർ ഗവൺമെന്റ് പോളിടെക്നിക് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനും കിഫ്ബി ധനസഹായം നൽകുന്നുണ്ട്. അടൂർ പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങുന്നതിനുള്ള നടപടികൾ ആയിട്ടുണ്ടെങ്കിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് നീണ്ടുപോയി. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അത് വീണ്ടും പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെയും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. മികച്ച വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനമാണ് മികച്ച ആരോഗ്യ പരിരക്ഷയും. അടൂരിലെ ജനങ്ങൾക്ക് ആശ്വാസമായി മാറുന്ന ആരോഗ്യ മേഖലയിലെ കിഫ്ബി പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടൂർ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ സമഗ്ര വികസനമാണ് ഇതിൽ പ്രധാനം. 14 കോടിയിലധികം രൂപയാണ് കിഫ്ബി ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് ആണ് നിർവഹണ ഏജൻസി. പുതിയ കെട്ടിട സമുച്ചയങ്ങളും ആധുനിക ചികിത്സാ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുങ്ങുന്നത്. അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റലാണ്. അവിടെ 14 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബിൽഡിങ്ങിൻ്റെ അത് ദ്രുതഗതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. എത്രയും വേഗം തന്നെ അതിൻ്റെ പ്രവർത്തനവും പൂർത്തീകരിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ അസൗകര്യങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൃക്ക രോഗികൾക്ക് വലിയ ആശ്വാസമാണ് സംസ്ഥാനത്തുടനീളം കിഫ്ബി സഹായത്തോടെ സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററുകൾ. അടൂർ ജനറൽ ആശുപത്രിയിലും ഈ സൗകര്യം ലഭ്യമാണ്.
കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. പകർച്ചവ്യാധികളെ നേരിടാൻ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സ്ഥാപിച്ച 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകളിലൊന്ന് അടൂരിലാണ്. KMSCLന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ വാർഡുകൾ അടിയന്തര സാഹചര്യങ്ങളിൽ ഏറെ പ്രയോജനകരമാണ്. ഒരു നാടിന്റെ വികസനത്തിൽ ഗതാഗത സൗകര്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അടൂർ മണ്ഡലത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി കിഫ്ബി നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലേക്ക്. അടൂർ പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് വലിയൊരളവ് പരിഹാരം നൽകിയ അടൂർ ടൗൺ പുതിയ പാലം കിഫ്ബിയുടെ അഭിമാന പദ്ധതികളിലൊന്നാണ്. 11 കോടിയിലധികം രൂപ ചെലവിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ പാലം അടൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. നമുക്കറിയാം, എപ്പോഴും വാഹന ഗതാഗതം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ആളുകൾക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിലവിലുള്ള പാലം പുതുക്കി പണിയുന്നതിനൊപ്പം തന്നെ ഇരട്ടപ്പാലം അപ്പുറത്തും ഇപ്പുറത്തുമായി 2 തരം സൈഡിൽ പാലം നിർമ്മിച്ചു. അത് പൂർത്തീകരിച്ചിപ്പോൾ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. വാഹന ഗതാഗതം സുഗമമാക്കാൻ അത് പ്രയോജനപ്പെട്ടു അടൂർ ടൗണിൽ. റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുന്നതിലും കിഫ്ബി വലിയ പങ്ക് വഹിച്ചു. അതിലൊന്നാണ് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ്. 61 കോടിയിലധികം രൂപ ചെലവഴിച്ച് DGBM BC ടാറിംഗ് പൂർത്തിയാക്കിയ ഉന്നത നിലവാരത്തിൽ നവീകരിച്ച ഈ റോഡ് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുന്നു. KRFB തന്നെയാണ് ഈ റോഡിൻ്റെയും നിർവഹണ ഏജൻസി. ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് 110 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആനയടി കൂടൽ റോഡ്. അത് കുന്നത്തൂർ, അടൂർ, കോന്നി 3 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആനയടി കൂടൽ റോഡ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ 1-ാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ആളുകൾ ഫ്രീ ആയി സറണ്ടർ ചെയ്ത് ആണ് ആ റോഡ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. BM&BC നിലവാരത്തിലാണ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BM ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 2-ാം ഘട്ടം ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. അടൂർ തുമ്പമൺ കോഴഞ്ചേരി റോഡ് 103 കോടി, പത്തനാപുരം ഏനാത്ത് റോഡ് 66 കോടി തുടങ്ങി നിരവധി പ്രധാന റോഡുകളാണ് KRFBയുടെ മേൽനോട്ടത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്നത്. സമീപത്തുള്ള പന്തളം ബൈപ്പാസ് നിർമ്മാണവും കിഫ്ബി പിന്തുണയോടെ പുരോഗമിക്കുന്നു. ഈ റോഡുകളെല്ലാം അടൂരിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. റോഡുകളും പാലങ്ങളും മാത്രമല്ല, നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മറ്റു പല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും കിഫ്ബി അടൂരിൽ നടപ്പിലാക്കുന്നുണ്ട്. മത്സ്യ വിപണന മേഖലയുടെ ഉന്നമനത്തിനായി കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അടൂരിലെ മത്സ്യ മാർക്കറ്റും നവീകരിക്കപ്പെട്ടു. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ശുചിത്വമുള്ള സാഹചര്യത്തിൽ മത്സ്യവിപണനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. പറക്കോട് അനന്തപുരം ഫിഷ് മാർക്കറ്റിന്റെ നവീകരണവും പരിഗണനയിലുണ്ട്. പശ്ചാത്തല വികസന മേഖലയിൽ വന്ന മാറ്റത്തോടൊപ്പം തന്നെയാണ് അടൂരിലെ മാർക്കറ്റ്, ശ്രീമൂലം മാർക്കറ്റ്. ആ ശ്രീമൂലം മാർക്കറ്റും ഒരുപക്ഷെ അടൂരിൻ്റെ മുഖച്ഛായ മാറ്റിയ ഒരു പദ്ധതിയാണ് ശ്രീമൂലം മാർക്കറ്റ്. അതും കിഫ്ബി പദ്ധതിയിലൂടെ പണം അനുവദിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യുവജനങ്ങളുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ അടൂർ മുനിസിപ്പൽ സ്റ്റേഡിയം 9 കോടിയിലധികം, കൊടുമൺ സ്റ്റേഡിയം 14 കോടി എന്നിവയുടെ നവീകരണത്തിനും കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, കിഡ്കോ എന്നിവയാണ് ഈ പദ്ധതികളുടെ നിർവഹണ ഏജൻസികൾ. കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ പത്തനംതിട്ട PH സർക്കിളിലെ പഴയ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന 57 കോടിയുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. 2 മണ്ഡലം അടൂർ, കോന്നി 2 മണ്ഡലത്തിനെയും കൂടെ ചേർത്ത് 57 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ പദ്ധതിക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതാണ്. അങ്ങനെ എല്ലാ മേഖലയിലും കിഫ്ബി പദ്ധതിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനം യാഥാർത്ഥ്യമാക്കാൻ
കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള ഈ അവസരത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന ആധുനിക ശ്മശാനം, പന്തളം മുനിസിപ്പൽ ഓഫീസ് കെട്ടിടം തുടങ്ങിയ പദ്ധതികളും അടൂരിനും സമീപ പ്രദേശങ്ങൾക്കും പ്രയോജനകരമാകും. ഇംപാക്ട് കേരള ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയിൽ പലതിൻ്റെയും നിർവഹണ ഏജൻസി. ഇവ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന ആധുനിക ശ്മശാനം, പന്തളം മുനിസിപ്പൽ ഓഫീസ് കെട്ടിടം തുടങ്ങിയ പദ്ധതികളും അടൂരിനും സമീപ പ്രദേശങ്ങൾക്കും പ്രയോജനകരമാകും. ഇംപാക്ട് കേരള ലിമിറ്റഡ് ആണ് ഈ പദ്ധതികളിൽ പലതിൻ്റെയും നിർവഹണ ഏജൻസി. അടൂർ നിയോജക മണ്ഡലം എന്ന വികസനത്തിന്റെ പാതയിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, വിപണനം, കായികം, കുടിവെള്ളം തുടങ്ങി ജനജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള എല്ലാ മേഖലകളിലും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ വലിയ മാറ്റങ്ങളാണ് നാം കണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടും കിഫ്ബിയുടെ കാര്യക്ഷമമായ പ്രവർത്തനവുമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ മേഖല, പശ്ചാത്തല വികസനം, റോഡ്, സ്റ്റേഡിയം, പാലം അടക്കം എല്ലാ മേഖലയിലും കിഫ്ബി പദ്ധതിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അടൂർ മണ്ഡലത്തിൽ നടന്ന് പൂർത്തീകരിച്ചതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അതിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ നല്ല നിലയിലാണ് ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുഭാവപൂർവമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പദ്ധതികളെല്ലാം പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതോടെ അടൂരിൻ്റെ വളർച്ചയുടെ വേഗത കൂടും. മികച്ച ജീവിത നിലവാരം, സുഗമമായ യാത്ര, തൊഴിലവസരങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയെല്ലാം അടൂരിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാകും. നാളെയുടെ കേരളം കെട്ടിപ്പടുക്കുന്നതിൽ അടൂർ നൽകുന്ന സംഭാവനകൾക്ക് കരുത്തേകുകയാണ് കിഫ്ബി. ഇനി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ വാണിജ്യ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകൃതി രമണീയമായ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം. റബ്ബറും മലചരക്ക് വ്യാപാരവും സാംസ്കാരിക പൈതൃകവും ഒത്തുചേർന്ന ഈ നാട് ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയുമാണ് കാഞ്ഞിരപ്പള്ളിയുടെ ഈ സമഗ്ര മുന്നേറ്റത്തിന് ഊർജം പകരുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, സാംസ്കാരികം, കുടിവെള്ളം തുടങ്ങി വിവിധ മേഖലകളിൽ കിഫ്ബി നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം. നാളെയുടെ തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കിഫ്ബി വലിയ പങ്കാണ് വഹിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ നിരവധി സ്കൂളുകളാണ് കിഫ്ബിയുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നത്. ഇത് നെടുങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഈ വിദ്യാലയത്തിൽ ഇന്ന് മികച്ച പഠനാന്തരീക്ഷമാണുള്ളത്. അതുപോലെ താഴത്തുവടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാലയങ്ങൾ കോട്ടയം ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ ക്ലസ്റ്ററുകളുടെ ഭാഗമായി നവീകരിക്കപ്പെട്ടു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ഇൻകെൽ ലിമിറ്റഡ് തുടങ്ങിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളാണ് ഈ നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി നിക്ഷേപത്തിലൂടെ പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ശുചിമുറികൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. ഇത് നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ അവസരമൊരുക്കുന്നു. പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതിയാണ് ഈ കാര്യത്തിലുണ്ടായത്. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പല വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് വലിയ മാറ്റമുണ്ടായി. അങ്ങനെയാണ് പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ കിഫ്ബിയിൽ നിന്നും 1,08,00,000 രൂപ MLA ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച്
കമ്പൈൻഡ് പ്രോജക്റ്റായിട്ട് നടപ്പാക്കി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് ആ സ്കൂള് ഏറ്റവും മികച്ച തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് താഴത്തുവടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി ബ്ലോക്കിന് വേണ്ടി 1 കോടി രൂപയുടെ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതോടൊപ്പം നെടുകുന്നം ഗവൺമെൻറ് സ്കൂളിന് വേണ്ടി 1 കോടി രൂപയാണ് വീണ്ടും അനുവദിച്ചത്. ആ 1 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞു. മികച്ച വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനമാണ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും. കാഞ്ഞിരപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ആരോഗ്യ മേഖലയിലെ കിഫ്ബി പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വലിയ പ്രാധാന്യം നൽകുന്നു. സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പ്രയോജനം കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ കാത്ത് ലാബും കാർഡിയാക് കെയർ യൂണിറ്റുകളും സ്ഥാപിക്കുന്ന പദ്ധതി. 80 കോടിയോളം രൂപയുടെ ഈ പദ്ധതി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിയാണ് നടപ്പാക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ പ്രയോജനം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഹൃദ്രോഗികൾക്കും ലഭിക്കുന്നു. നമുക്കറിയാം കാത്ത് ലാബ് ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഹൃദയ സംബന്ധമായ രോഗചികിത്സയ്ക്ക് വേണ്ടി ഒരു കാത്ത് ലാബ് ഒരു ഗ്രാമീണ മേഖലയിലെ ആശുപത്രി എത്തുക എന്നുള്ളത് കിഫ്ബി എന്ന് പറയുന്ന ആശയമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പ്രാവർത്തികമാകില്ല. ഈ കാര്യത്തിൽ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ 11 കോടി രൂപയോളം ചെലവഴിച്ചുള്ള കാത്ത് ലാബിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് ഏകദേശം 2000-ഓളം രോഗികൾക്ക് അവർക്ക് സമാശ്വാസം നൽകാൻ അവരുടെ ഇവിടെ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം കോട്ടയം മെഡിക്കൽ കോളേജിലെത്താൻ. ഒരുപക്ഷേ ഈ കിഴക്കൻ മേഖലയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായ ഒന്നുകിൽ സ്വകാര്യ ആശുപത്രികളെ നമ്മൾ സമീപിക്കണം. അവിടെ വലിയ തുകയാണ്. മെഡിക്കൽ കോളേജ് എത്തുക എന്നുള്ളത് ദൈർഘ്യമുള്ളൊരു കാര്യമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടകരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി സൗകര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഈ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇന്നത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അടിസ്ഥാന മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, ഈ 4 മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഇത് കാഞ്ഞിരപ്പള്ളിയുടെ മാത്രം അവകാശമല്ല, കാഞ്ഞിരപ്പള്ളിയുടെ മാത്രം നേട്ടമല്ല. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന കിഫ്ബിയുടെ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായുള്ള സൗകര്യവും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ പ്രയോജനകരമാകുന്ന ഈ പദ്ധതിയും നടപ്പിലാക്കിയത് KMSCL-ആണ്. കാഞ്ഞിരപ്പള്ളിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗതിവേഗം നൽകുന്നതിൽ ഗതാഗത സൗകര്യ വികസനത്തിന് വലിയ പങ്കുണ്ട്. കിഫ്ബി പിന്തുണയോടെ യാഥാർത്ഥ്യമാകുന്ന ഈ പ്രധാന റോഡ് പദ്ധതികളിലേക്ക് കാഞ്ഞിരപ്പള്ളി പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്ന കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം കിഫ്ബിയുടെ പ്രധാന പദ്ധതികളിലൊന്നാണ്. ഏകദേശം 78 കോടിയിലധികം രൂപയാണ് ഈ പദ്ധതിക്കായി കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ബൈപ്പാസ് പൂർത്തിയാകുന്നതോടെ പട്ടണത്തിലെ ഗതാഗതം സുഗമമാവുകയും വ്യാപാര രംഗത്ത് വലിയ ഉണർവുണ്ടാവുകയും ചെയ്യുന്നു. ഗ്രാമീണ റോഡുകൾക്ക് നമുക്കറിയാം സാധാരണഗതിയിൽ വളരെ കാര്യമായ വലിയ തുക അനുവദിക്കാറില്ല. പക്ഷേ ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം, എൻ്റെ നിയോജകമണ്ഡലത്തെ ഏറ്റവും ഗ്രാമീണ മേഖലയാണ് കങ്ങഴ എന്ന് പറയുന്ന പ്രദേശം. കങ്ങഴ പഞ്ചായത്തിലെ പത്തനാട് ഇടേരിക്കപ്പുഴ റോഡ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ഡെവലപ്മെൻറ്റാണ് ആ മേഖല ഉണ്ടായത്. അവിടെ പത്തനാട് ഇടേരിക്കപ്പുഴ റോഡിന് 36.19 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ റോഡിൻ്റെ നിർമ്മാണം ഏതാണ്ട് 60% പൂർത്തീകരിച്ച് കഴിഞ്ഞു. വലിയൊരു മാറ്റമാണ് ആ ഗ്രാമീണ മേഖലയിൽ ഇതുകൊണ്ടുണ്ടാക്കാൻ കഴിഞ്ഞത്.
കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന മറ്റൊരു പ്രധാന റോഡാണ് പത്തനാട് ഇടിയിരിക്കപ്പുഴ റോഡ്. 38 കോടിയിലധികം രൂപയുടെ കിഫ്ബി സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മെച്ചപ്പെട്ട റോഡുകൾ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രാസമയം ലാഭിക്കുന്നതിനും സഹായിക്കുന്നു. ഇവയ്ക്ക് പുറമെ കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർമുഴി കർഷക സൗഹൃദ ലിങ്ക് റോഡ്, 85 കോടിയിലധികം ഹിൽ ഹൈവേയുടെ ഭാഗമായി കരിങ്കല്ലുമുഴി പ്ലാച്ചേരി റോഡ്, 33 കോടിയിലധികം തുടങ്ങിയ തന്ത്രപ്രധാനമായ റോഡുകളുടെ നവീകരണത്തിനും കിഫ്ബി ധനസഹായം നൽകുന്നുണ്ട്. ഈ റോഡുകളെല്ലാം പൂർത്തിയാകുന്നതോടെ കാഞ്ഞിരപ്പള്ളിയുടെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാകും. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം സാംസ്കാരികവും കായികവുമായ മുന്നേറ്റത്തിനും കിഫ്ബി പിന്തുണ നൽകുന്നുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ലളിതാംബിക അന്തർജനത്തിന്റെ സ്മരണാർത്ഥം കോട്ടയത്ത് സ്ഥാപിക്കുന്ന സാംസ്കാരിക സമുച്ചയത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയത്. ഏകദേശം 6.5 കോടി രൂപ ഇതിനായി വിനിയോഗിച്ചു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ഏജൻസി. ഇത് പൂർത്തിയാകുന്നതോടെ കോട്ടയം ജില്ലയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു പുതിയ അടയാളപ്പെടുത്തലാകും. അങ്ങനെ സാംസ്കാരിക മേഖലയിൽ ഒരു വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. കോട്ടയം ജില്ലയുടെ പ്രോജക്റ്റാണ്. അവിടെ പ്രധാനമായിട്ടും കൺവെൻഷൻ സെൻറ്ററുകൾ, അതോടൊപ്പം തന്നെ സാഹിത്യ ചർച്ചകൾക്കുള്ള വേദികൾ, പെർഫോമൻസിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ വളരെ മാതൃകാപരമായൊരു പ്രോജക്റ്റായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാഞ്ഞിരപ്പള്ളി കുന്നുമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനും കിഫ്ബി പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. ഏകദേശം 27 കോടി രൂപയുടെ ഈ പദ്ധതി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴിയാണ് നടപ്പാക്കുന്നത്. ഇത് നമ്മുടെ യുവതലമുറയ്ക്ക് മികച്ച കായിക പരിശീലന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവരുടെ കഴിവുകൾ വളർത്തുന്നതിനും സഹായിക്കും. ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ്. കാഞ്ഞിരപ്പള്ളിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്കും കിഫ്ബി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. കുടിവെള്ളത്തിന് ജയജയം പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും അവിടെ കരിമ്പുകയം എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥലത്ത് പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ എല്ലാ മേഖലയിലും വെള്ളം എത്തിക്കാൻ കഴിയുള്ളായിരുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഏകദേശം വിതരണ ശൃംഖല ഉൾപ്പെടെ നമുക്ക് കിഫ്ബിയിൽ നിന്ന് 68.69 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ ഭൂമി ഏറ്റെടുത്തു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ. കാഞ്ഞിരപ്പള്ളി, എരികുളം, ചിറക്കടവ് പഞ്ചായത്തുകളിലെ സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്ക് കരുത്തേകുന്ന ഈ പദ്ധതിക്കായി 68 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകും. ഇതുകൂടാതെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വഴി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പോലുള്ള നൈപുണ്യ വികസന പദ്ധതികളുടെ പ്രയോജനവും കാഞ്ഞിരപ്പള്ളിയിലെ യുവജനങ്ങൾക്ക് ലഭിക്കും. സ്പോർട്സ് മേഖലയിൽ, കായിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉൾപ്പെടെ സമഗ്രമായൊരു നിയോജകമണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഈ നിയോജകമണ്ഡലത്തിന് മാത്രമല്ല മറ്റ് മേഖലയ്ക്കും എല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. തീർച്ചയായിട്ടും അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനെ വളരെ ഭാവനാപൂർവ്വം വിഭാവനം ചെയ്ത ഈ പദ്ധതിയെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. അത് കേരളത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഇന്ന് വികസനത്തിന്റെ പുതിയ പാതയിലാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, സാംസ്കാരികം, കുടിവെള്ളം, കായികം തുടങ്ങിയ സമസ്ത മേഖലകളിലും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണവും കിഫ്ബിയുടെ കാര്യക്ഷമമായ പ്രവർത്തനവുമാണ് ഈ വികസന മുന്നേറ്റത്തിന് പിന്നിലെ ചാലകശക്തി. ഈ പദ്ധതികളെല്ലാം പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതോടെ കാഞ്ഞിരപ്പള്ളിയുടെ മുഖച്ഛായ തന്നെ മാറും. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, സുഗമമായ യാത്ര, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം
കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾക്ക് സ്വന്തമാകും. നാളെയുടെ കേരളം കെട്ടിപ്പടുക്കുന്നതിൽ കാഞ്ഞിരപ്പള്ളി നൽകുന്ന സംഭാവനകൾക്ക് കരുത്തേകുകയാണ് കിഫ്ബി. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.